ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മീൻകറിയാണ്. മീൻകറി എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല ടൈപ്പ് മീൻകറികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അമ്മ സ്പെഷ്യൽ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി, കോട്ടയം സ്റ്റൈൽ മീൻകറി, അതുപോലെ തന്നെ നാളികേരമൊന്നും ഉപയോഗിക്കാതെയുള്ള മീൻകറി. അങ്ങനെ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നാളികേരോ നാളികേരപ്പാലോ ഒന്നും ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയാണ്. ഇപ്പൊ അടുത്തായിട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് നാളികേരമൊന്നും ഉപയോഗിക്കാത്ത കറികളുടെ റെസിപ്പീസ്. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഞാനിതിൽ സവോളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് മാറും. സവോള നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ കുറച്ച് മധുരമായിരിക്കുമല്ലോ സവോളയ്ക്ക്. അപ്പോൾ സവോള ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്കിനി ഇതിലേക്ക് സവോള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ 3 വലിയ സവോള എടുത്തിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. 1 കിലോ മീനാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ഇത്രയ്ക്ക് ഞാൻ സവോള എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, ഈ സവോള വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഈ സവോള ഇനി ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മൾ സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ഉപയോഗിക്കാറ്. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് കടായി എടുത്തത് എന്താണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് പാത്രമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഈസി ആയിട്ട് വഴച്ചെടുക്കാൻ പറ്റും. മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് റിലാക്സ് ചെയ്ത് ഉണ്ടാക്കാം, അതാണ് ഗുണം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 15 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ചതച്ചെടുക്കുന്നതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. നല്ല സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി. ഇതിനിപ്പോൾ അത്യാവശ്യം എരിവുണ്ട്, അതോടൊപ്പം നല്ല കളറും കിട്ടും. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എണ്ണ ആവശ്യത്തിനുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 2 ചെറിയ തക്കാളി എടുത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണ്. വലിയ തക്കാളി എടുക്കണമെന്നുണ്ടെങ്കിൽ 1 എടുക്കാം കേട്ടോ. ഇത് വേവിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ മിക്സിയിൽ വെറുതെ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ കറി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം വഴറ്റിയെടുക്കണം. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കേണ്ടി വരും. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരട്ടെ. ഇതിപ്പോ ആവശ്യത്തിന് ആയി വന്നിട്ടുണ്ട്. ഇത് മതി. ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത്. വെള്ളം ഇത് പോരാ, ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 കപ്പാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് വെള്ളം. അത് നമുക്കിപ്പോൾ എത്ര ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 വലിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഒരുപാട് അങ്ങോട്ട് തിക്കാവണ്ട, പക്ഷെ എന്നാലും അത്യാവശ്യം കുറുകി വരണം. കാരണം നമ്മൾ മീൻ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മീൻ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരില്ലേ. അപ്പോൾ ഗ്രേവി ഒരുപാട് ലൂസായിട്ട് മാറും. അതുപോലെ ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രോഹു എന്ന് പറഞ്ഞ മീനാണ്. ഇത് 1 കിലോണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുള്ളത് കഴുകിയെടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിയെടുക്കാം. ഇത് ഓരോ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മീനിൻ്റെ തല അടക്കാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി മീൻ കഷ്ണങ്ങളുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്ര ഗ്രേവി മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കെടുക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഈ മീൻ കഷ്ണങ്ങൾ കറക്റ്റായിട്ട് മുങ്ങിക്കിടുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മീനായ കാരണം ഇത് വെന്ത് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 7-8 മിനിറ്റ് മതി. അത് നമ്മുടെ എടുക്കണ മീനിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. അടച്ച് വയ്ക്കുക. കുക്കായിട്ട് വരട്ടെ. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ മീനൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകും. ഞാനിനി ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. വേറൊരു പാൻ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ മൺചട്ടിയായ കാരണം കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കണത്. കുറച്ച് സമയം കൂടിയും ചൂട് നിൽക്കുമല്ലോ. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6-7 ചെറിയുള്ളി ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയാണ്. നാളികേരം ചെരുകോ നാളികേരപ്പാൽ എടുക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഇല്ല. ഇതിപ്പോൾ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മതി. മുളക് പൊടി കരിയാതെ നോക്കുക കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് പോവും. ഇത് നമുക്ക് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് മീൻകറി ആയ കാരണം തന്നെ അത്യാവശ്യം സ്പൈസി ആണെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.